ഹായ് ഗേസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ എല്ലാവർക്കുമായി തയ്യാറാക്കി കാണിക്കുന്ന റെസിപ്പിയാണ് നല്ല പഞ്ഞി പോലെയുള്ള വെള്ളയപ്പവും വെജിറ്റബിൾ സ്റ്റൂവും. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് പച്ചരിയാണ്. ഇത് നന്നായി കഴുകി 4 മണിക്കൂർ കുതിരാൻ വെക്കണം. കൂടാതെ 1 മുറി നാളികേരം, 10 വെളുത്തുള്ളി, 7 ചെറിയ ഉള്ളി, 1 സ്പൂൺ ജീരകം, 1 കപ്പ് ചോറ്, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവയെല്ലാം അരിയുടെ കൂടെ ചേർത്ത് അരച്ച് വെള്ളയപ്പത്തിനുള്ള കൂട്ട് തയ്യാറാക്കി വയ്ക്കുക. ഇനി നാളെ രാവിലെ നമുക്ക് പഞ്ഞി പോലെയുള്ള വെള്ളയപ്പം തയ്യാറാക്കാം. രാവിലെ തന്നെ നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീൻസും, 1/2 ഇഞ്ച് വലിപ്പത്തിൽ അരിഞ്ഞത്, 1 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, 2 ക്യാരറ്റ് 1/2 ഇഞ്ച് വലിപ്പത്തിൽ അരിഞ്ഞത്, 1 വലിയ സവാള മീഡിയം സൈസിൽ അരിഞ്ഞത്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങളും വേകാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് അടച്ചു വയ്ക്കുക. ഇനി ഇതിനാവശ്യമായ ചേരുവകൾ എന്താണെന്ന് നോക്കാം. 1/2 മുറി നാളികേരം, 2 തണ്ട് കറിവേപ്പില, 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1 സ്പൂൺ പെരിഞ്ജീരകം, 6 വെളുത്തുള്ളി അരിഞ്ഞതും, 4 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം നന്നായി അരച്ചെടുക്കുക. ശേഷം നന്നായി വെന്തുവന്ന പച്ചക്കറിയിലേക്ക് അരപ്പും ചേർത്ത് തിള വരുന്നതിന് മുൻപ് തീ നിർത്തുക. സോതേറിയ വെജിറ്റബിൾ സ്റ്റൂ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇന്നലെ അരച്ചു വെച്ച വെള്ളയപ്പത്തിൻ്റെ കൂട്ട് നമുക്ക് നോക്കാം. നന്നായി പതഞ്ഞു പൊങ്ങി വന്ന ഈ കൂട്ട് ചൂടായ ദോശക്കല്ലിൽ എണ്ണ തടവി അതിലേക്ക് 1 തവി മാവ് ഒഴിക്കുക. പരത്തേണ്ട ആവശ്യമില്ല. നന്നായി കുമിളകൾ വരുമ്പോൾ ഇത് ഒന്ന് അടച്ചു വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം എടുക്കുക. നല്ല പഞ്ഞി പോലെയുള്ള വെള്ളയപ്പം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രമാത്രമെന്ന് നോക്കാം. അടുത്ത ഒരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം.